സ്നേഹമുള്ളവരെ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മകനെ, മകളെ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് ഇടയാക്കുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവതൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം. കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ മനസ്സിലൂടെ നിരവധിയായ ചിന്തകൾ, പ്രത്യേകിച്ച് തിക്ത അനുഭവങ്ങൾ, ഭാരങ്ങൾ, ഓർമ്മകൾ ഇവയെല്ലാം കടന്നു വരുന്ന നിമിഷങ്ങൾ. ഈ നിമിഷങ്ങളെല്ലാം സമർപ്പിക്കണം, കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ദുഃഖം അല്ലെങ്കിൽ വേദന എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെ കേന്ദ്രീകരിച്ചായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ കേന്ദ്രീകരിച്ചായിരിക്കാം. പ്രിയമുള്ളവരെ, എന്തു വേദനയായാലും ദൈവം ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. നാം കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്താൽ കാണുവാൻ സാധിക്കും, 18 വർഷമായ കൂനുള്ള ഒരു സ്ത്രീ സിനഗോഗിലുണ്ടായിരുന്നു. ഈശോയ്ക്ക് അവരുടെ വേദന, ദുഃഖം മനസ്സിലാക്കുവാൻ സാധിച്ചു. 18 വർഷമായി ശരീരഭാരം ചുവന്ന് അവൾ നടക്കുകയായിരുന്നു. ഈശോ അവരുടെ ഭാരം മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സുഖപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു. വലിയ വിശ്വാസത്തോടെ അവൾ സ്പർശിച്ചു, അവൾ സുഖം പ്രാപിച്ചു. 38 വർഷം പഴക്കമുള്ള തളർവാദ രോഗി ബെത്സയിദ കുളക്കരയിലുണ്ടായിരുന്നു. ഈശോ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു, അവനെ സ്പർശിക്കുന്നു, അവനോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക എന്ന്. അവനും സുഖമാക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നെടുക്കുന്ന ദുഃഖങ്ങളില്ലേ, നൊമ്പരങ്ങളില്ലേ, ഭാരങ്ങളില്ലേ, അത് ഒരു നിമിഷം ഈശോയുടെ മുമ്പിലേക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്ത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു നിമിഷം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ, ഭക്തിയോടെ ഈശോയുടെ മുമ്പിലായിരിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരം എന്തായാലും നാഥാ, അങ്ങ് അറിയുന്നുണ്ടല്ലോ. അതേറ്റെടുത്ത് വലിയ ആശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ.